സമസ്തയെ വർണ്ണിച്ചതിന് ശേഷം തങ്ങൾ ഉസ്താദിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിനീതൻ അന്ന് രചിച്ച കവിതയിൽ പറഞ്ഞത്, സലീലർ റസൂൽ, റസൂലുള്ളാഹിന്റെ പേരമക്കളിൽപ്പെട്ട മഹാനായ തങ്ങളെ, റബീബൽ ശൈഖിന അബീ ബക്കറിൻ, ശംസുൽ ഉലമ വളർത്തിയെടുത്ത മഹാനായ പണ്ഡിത പ്രതിഭയെ, അൽ ജിഫ്രിയു അഥവാ ജിഫ്രി തങ്ങളെ, അഹദുക അസ്ജദു, അങ്ങയുടെ യുഗം, അങ്ങയുടെ പീരിയഡ് ഗോൾഡൻ പീരിയഡ് ആയിരിക്കും എന്ന് അന്ന് ഞാൻ എങ്ങനെ ആഗ്രഹിച്ചു പറഞ്ഞുപോയി. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അത് ഗോൾഡൻ പീരിയഡായി ഇവിടെ പുലർന്നിരിക്കുകയാണ്. എന്നുകൂടെ പറഞ്ഞിരുന്നു. അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ സാരഥ്യം ഏറ്റെടുത്ത സമയത്ത് അതിന്റെ അർശിൽ ആ സിംഹാസനത്തിലിരുന്നപ്പോൾ കാർത്തിക നക്ഷത്രത്തെ കീഴ്പ്പെടുത്തിയതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു സൈന്യം ഇവിടെ രൂപപ്പെടുന്നതായും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് അന്ന് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ അന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പുലർന്നതുപോലെ എനിക്കിപ്പോൾ അനുഭവപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ കൂട്ടി നീട്ടിയൊന്നും പറയുന്നില്ല. ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഈ യാത്രയുടെ അവസാനത്തിൽ വെച്ച് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട തങ്ങളെ, നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി, നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി വന്നാസു ഖൽഫക ബിൽ വഫാ വറജായി. ഞങ്ങളൊക്കെ അങ്ങേക്ക് തണ്ടമാണ് തങ്ങളെ, അങ്ങേക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സജ്ജരാണ് തങ്ങളെ. നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി വന്നാസു ഖൽഫക ബിൽ വഫാ വറജായി. നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി വന്നാസു ഖൽഫക ബിൽ വഫാ വറജായി. അഹ്യൈത ലിദ്ദീനിൽ ഹനീഫി മാലിവാ ഫസ്തഅഖുൽ ജംഇയ്യത്തുൽ ഉലമായി. ഒന്ന് എണീറ്റ് നിന്നിട്ട് എല്ലാവരും ഒന്ന് പറയും, നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി വന്നാസു ഖൽഫക ബിൽ വഫാ വറജായി. അഹ്യൈത ലിദ്ദീനിൽ ഹനീഫി മാലിവാ ഫസ്തഅഖുൽ ജംഇയ്യത്തുൽ ഉലമായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കൊന്ന് രണ്ട് കടപ്പാടുകളുണ്ട്. ഇതൊരു വലിയ ദൗത്യം. അതിന്റെ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ